ഹലോ ഫ്രണ്ട്സ്, നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു അരി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഈ പ്രാവശ്യം ഓണത്തിന് ഞാൻ ഈ പായസം ഉണ്ടാക്കി കേട്ടോ. ഈ അരി പായസമെന്നോ നെയ് പായസമെന്നൊക്കെ പറയാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഭരണിക്ക് ഇവിടെ ഒരു പൂജയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ പൂജാരി ദേവിക്ക് നേദിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഒരു നെയ് പായസമാണ്. അപ്പോൾ ഏകദേശം അതുപോലെ വരുന്ന ഒരു പായസമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് കണ്ടു നോക്കും. വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാനും. വളരെ കുറച്ച് സാധനങ്ങൾ മതി. അതുപോലെ തന്നെ ഭയങ്കര രുചിയാണ് ഇത് കഴിക്കാൻ. നെയ്യാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ. അരിപ്പായസം ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് ഈ അരിയാണ് വേണ്ടത്. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്നത്, ദേവിക്കൊക്കെ നേദിക്കുന്ന അരി, പൊങ്കാലയ്ക്ക് ഇടാനൊക്കെ എടുക്കില്ലേ, നെല്ലുകുത്തിയ അരി എന്നൊക്കെ പറയുമോ, അതിന് നെല്ലുകുത്തിയ പച്ചരി. അപ്പോൾ ഇത് ഞാനിവിടെ പൂജയ്ക്കൊക്കെ വേണ്ടി മേടിച്ച് വെക്കാറുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കപ്പ്, ഈ കപ്പിന് ഒരു കപ്പ് അരി എടുത്തിട്ടുള്ളൂ. നല്ലൊരു റോസ് കളറൊക്കെ ആയിട്ടോ ഇതിന്. വലിയ അരിയല്ലോ, ഇച്ചിരി ഒരു പൊടിഞ്ഞ സൈസ് അരിയാണ്. അപ്പോൾ ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒരു 4-5 പ്രാവശ്യം കഴുകി നമുക്ക് വൃത്തിയാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം. ഞാൻ കുക്കറിലല്ല, ഒരു ഡിഷിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ പാത്രത്തിലിട്ട് വേവിക്കുമ്പം കുറച്ചധികം വെള്ളമൊഴിച്ച് വേവിക്കണം. വളരെ പെട്ടെന്ന് വേകുന്ന അരിയാണ്. വെന്ത് കുഴയൊന്നും വേണ്ട കേട്ടോ. അമ്പലത്തിലെ പോലെയൊക്കെ നമ്മൾ നെയ്പായസം ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരണം. പക്ഷേ ഞാനിത് ഇത്തിരി വെള്ളത്തോടു കൂടിയ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലൊരു ഡിഷിലിട്ടാണ് വേവിച്ചത്. ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടെ ഉണ്ട്. ഒന്നുകൂടി വെന്ത് അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരട്ടെ. ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മതി കേട്ടോ. ശർക്കര, നെയ്യ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മതി. തേങ്ങാപ്പാലൊന്നും വേണ്ട. അതായത് കുറച്ചൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ശർക്കരയാണ് ഒഴിക്കുന്നത്. ഞാൻ ശർക്കര നേരത്തെ തന്നെ ഉരുക്കി അരിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട്, നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. പക്ഷേ നമുക്ക് അത്രയും മധുരം നമ്മൾ വീട്ടിൽ ആവശ്യമാകുമ്പോൾ വേണ്ട. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് ഇത്തിരി വെളുത്ത ശർക്കരയായിപ്പോയി കേട്ടോ. നല്ല ബ്ലാക്ക് ശർക്കര ആകുമ്പോഴാണ് ആ പായസത്തിന് നല്ല ഭംഗിയായിരിക്കും കാണാം. ഇത് എത്ര ഇരിച്ചാലും വെള്ളം പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ശർക്കര ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ കുറച്ച് മധുരം മതി. അപ്പോൾ അതിനകത്ത് കിടന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റി വരട്ടെ. ഞാനൊരു 10-15 മിനിറ്റ് കൂടെ സമയം അതിനെ ഇളക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കിടന്ന് നന്നായി പറ്റി വരും കേട്ടോ. കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും പിന്നെ അതിനകത്തേക്ക് നെയ്യാണ് ഇതിനകത്ത് മെയിനായിട്ടും വേണ്ടത്. പിന്നെ അത് എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മത്താവും. ഞാൻ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ പൂജയ്ക്കൊക്കെ നേദിക്കുന്ന ആ ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു 2-3 തുളസിയുടെ ഇല കൂടി ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫീല് കിട്ടാനാട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും, നമുക്ക് എന്തോ ഒരു അമ്പലത്തിൽ നിന്ന് എന്തോ നേദ്യം കിട്ടുന്ന ഒരു സുഖം കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നിർബന്ധമുള്ള കാര്യമല്ല. അരിപ്പായസം ഉണ്ടാക്കുന്നവർക്ക് എങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് ഒരു ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് പറ്റി വരട്ടെ. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കൂടി മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസായി വരാനായിട്ടാണ് അതിട്ടിരിക്കുന്നത്. പിന്നെ ഈ തുളസിയില നമുക്ക് അവസാനം ഇട്ടാലും മതി. പിന്നെ കുറച്ച് ഒരു 2 പിടി തേങ്ങ, ഒരല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് കിടക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോഴും നമ്മൾ തീ സിമ്മിലിട്ടാൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് അതും കൂടെ ഇതിനകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റി ഇതിൻ്റെ കൂടെ ഒന്ന് യോജിക്കട്ടെ. ഇനി അവസാനം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് താളിച്ച് ചേർക്കണം. നെയ്യിൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും, ഒരു 2 ടീസ്പൂൺ എള്ളും തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ നട്ട്സ്, കിസ്മിസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിക്കുന്നില്ല. വേറെ എക്സ്ട്രാ തേങ്ങാപ്പാലും ഒഴിക്കുന്നില്ല. ഭയങ്കര ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി ഏലക്കായ്ക്ക വേണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടിട്ടില്ല. ഫ്ലേവറിനൊന്നും ചേർത്തിട്ടില്ല. നെയ്യ് കൂടുതൽ ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. മധുരവും ആവശ്യത്തിന് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. എത്ര ഈസി അല്ലേ. അപ്പോൾ ഈ തവണ ഓണത്തിന് ഞാൻ വെറൈറ്റി ആയിട്ട് ഈ നെയ് പായസം പോലത്തെ അരി പായസമാണ് വെച്ചത്. അപ്പോൾ വീട്ടിൽ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ അരി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ അമ്പലത്തിൽ നിന്നുള്ള നെയ് പായസത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവർക്കറിയാം. നമ്മൾ എത്ര കഴിച്ചാലും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനൊന്നും പറ്റില്ല.
നമ്മൾ 1-2 സ്പൂണൊക്കെ അല്ലേ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ ഞാനൊരല്പം മധുരം കുറച്ചെടുത്തുകൊണ്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാൻ പറ്റിയ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ 2-3 പേരേ ഇവിടെ ഉള്ളൂ. ഇതാ ഒരു ബൗളിൽ ഒഴിച്ച് ഒന്ന് കുടിച്ച് നോക്കി. എന്തൊരു രുചിയായിരുന്നറിയോ, കിട്ടിക്കാച്ചി ടേസ്റ്റാണ്. ഇത്ര ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ രുചി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ നെയ്യ് പായസം. കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.